ഹായ്, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എനിക്ക് മാത്രമുള്ള കാര്യമാണോന്ന് അറിയില്ല, എന്നാലും ചോദിക്കട്ടെ. ഇന്നിപ്പോൾ ഏപ്രിൽ 13 അതായത് മറ്റന്നാൾ വിഷുവാണ്. പക്ഷേ മുന്നത്തെ വർഷങ്ങളിലുള്ള പോലെ ഒരു വൈബ് കിട്ടുന്നില്ല വിഷുവിൻ്റെ, അല്ലേ? അതായത് വിഷു എന്നൊക്കെ പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുറേ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള മീംസ്, മെയിനായിട്ട് ആ ഒരു ചേട്ടൻ പടക്കം പൊട്ടിച്ചിട്ട് പോയി വീഴുന്നത്. ഇപ്പോൾ ഈ വാഴ 2 വന്നതിന് ശേഷം അത് കോമഡി അല്ല എന്ന് മാറി അത് സെൻറ്റിമെൻ്റൽ ആയല്ലോ. അപ്പോൾ അത് വരുന്നില്ല. കണിക്കൊന്നയുടെ മീംസ് അങ്ങനെ ഒന്നും, മീംസ് വീഡിയോസ് ഒന്നും വരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിനകത്ത് അങ്ങനെ ഒരു വിഷുവിൻ്റെ ഒരു വൈബേ കിട്ടുന്നില്ല. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും റിയൽ ലൈഫ് ആണെങ്കിൽ പോലും ആക്രി വെറുക്കുന്ന ആളതുകൊണ്ട് എന്തോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നില്ല, അല്ലേ? ചിലപ്പോൾ എലക്ഷൻ്റെ ആ ഒരു ഇതിനിടയിലേ വിഷു ഒന്ന് മുങ്ങിപ്പോയൊരു ഫീൽ കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ ഞാൻ ജിമ്മിലൊക്കെ പോയി ഒന്ന് വന്നതാണ്, അതാണ് വേർത്ത് കുളിച്ചിരിക്കുന്നത്. സോ മൈ പ്രോട്ടീൻ പൊതുവേ 2-3 കോഴിമുട്ടയുടെ വെള്ളയാണ് പതിവ്. ഇന്ന് അത് പനീറാക്കി മാറ്റി, റിച്ച് ഇൻ പ്രോട്ടീൻസ്. ഇന്നലെ ഒരു സിനിമ കണ്ടു, മോഹിനിയാട്ടം. ഭരതനാട്യം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു മുമ്പ്, സായ് കുമാറിനും സൈജു കുറുപ്പൊക്കെ ആയിട്ട്. അതിൻ്റെ 2ാം ഭാഗം നല്ല കോമഡി പടമാണ്. ഫാമിലിയായിട്ടൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വാഴ 2ൻ്റെ ഇടയിൽ ഈ പടം മുങ്ങി പോകാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ ഉണ്ട് ചിരിക്കാൻ. അതും കഴിഞ്ഞിട്ട് വരിക്കാശ്ശേരി മനയിൽ പോയി. ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ തവണ വരിക്കാശ്ശേരി മനയിൽ പോകുന്നതെന്ന് അറിയില്ല. അതിന് മാത്രം എത്ര തവണ പോകാൻ മാത്രം വർത്താണോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അല്ല. ഇപ്പോൾ ആണെങ്കിൽ ടിക്കറ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട്. 30 ഇപ്പോൾ 50 ഉറുപ്പ്യയാക്കി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ പോകുമ്പോഴും കൂടെ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടാവും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാഴ്ച, പുതിയൊരു അനുഭവം. ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള മന വീണ്ടും കാണാം. പക്ഷേ എനിക്ക് അത് വീണ്ടും കാണാനുള്ള ഒരു വർത്ത് തോന്നുന്നില്ല. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ പോകുന്നു മാത്രം. പക്ഷെ സംഭവം അതിൽ പോയപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ വീട്, ഇപ്പോൾ ഈവൻ ദോ ഞാനൊരു നാട്ടിൻപുറത്ത് താമസിക്കണിച്ചാലും നമ്മുടെ പഴയ വീടൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അതായത് തറവാട് വീട്. ഞാൻ എൻ്റെ ഒരു 17-18 വയസ്സ് വരെയൊക്കെ താമസിച്ചിരുന്നത് പഴയ വീട്ടിലാണ്, തറവാട്ടിലാണ്. അപ്പം അവിടുത്തെ ഒരു ജീവിത രീതി, ഈ മച്ച്, നമ്മുടെ വീടിന് മേലെ ഉള്ള മുറിയായിരുന്നു. അപ്പം ചൂടെടുക്കില്ലേ അധികം, ഓടിട്ട വീടായതുകൊണ്ടേ. അപ്പം അതൊക്കെ ശരിക്കും മിസ് ചെയ്തു. അവിടെ പോയപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എനിക്ക് കിട്ടി ഇന്നലെ. മീൻകാരൻ ചേട്ടന് രക്ഷയില്ല. കാരണം ഈ ഒരാഴ്ച ഇനിയിപ്പം മീൻ വാങ്ങാൻ സാധ്യതയില്ല, വിഷുവൊക്കെ അല്ലേ. അപ്പം നമ്മളങ്ങനെ വെജിറ്റേറിയനായി മാറുകയാണ്. അങ്ങനെ മാങ്ങയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചക്ക. അപ്പോൾ കണി വയ്ക്കാൻ ചക്ക തേടി പോകേണ്ട ആവശ്യമില്ല. ചക്കയും മാങ്ങയൊക്കെ നമുക്ക് നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ട്. ചക്കയും മാങ്ങയും ഒക്കെ വിഷുവിന് റെഡി ആയിട്ടുണ്ട്. ഇനി കണിക്കൊന്നയാണ്. കണിക്കൊന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് പറ്റിച്ചു. എല്ലാ വർഷത്തിലുള്ള പോലെ തന്നെ മാർച്ച് അവസാനമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഒരു മരത്തിനകത്ത് കണിക്കൊന്ന അങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ കൊല്ലം പതിവ് പോലെ ആയിരിക്കില്ല, ഏപ്രിൽ ആകുമ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എവിടെ സ്ഥിരം പരിപാടി തന്നെ അവൻ കാണിച്ചു. ഇതപ്പോൾ ഇന്ന് ഞാൻ അതുവഴി വന്നപ്പോൾ ഒരൊറ്റ പൂ പോലും ഇല്ല. എന്തോ ഒരു അവസ്ഥയാണ് നോക്കണേ. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും, തപ്പണം. ഇന്ന് കിട്ടിയാലേ ഉള്ളൂ. നാളെ ആകുമ്പോഴേക്കും എല്ലാ പിള്ളേരും പൊട്ടിച്ചുകൊണ്ട് പോകും. ഇപ്പോഴും നമ്മളെ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നൊരു കാര്യം ഇതൊക്കെ തന്നെയാണ്, കണിക്കൊന്നയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യൽ. കാരണം പടക്കം പൊട്ടിക്കാനൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് സെറ്റില്ല, അതിനുള്ള താല്പര്യമൊക്കെ പോയി. അപ്പോൾ അറ്റ്ലീസ്റ്റ് കണിക്കുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വേണം ഇന്ന് നാളെ ആയിട്ട്. ഞാൻ ഈ മഞ്ഞ കളർ ടീഷർട്ട് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകനായതുകൊണ്ട് മാത്രമല്ല കേട്ടോ. പക്ഷേ അതും ഒരു കാരണമാണേ. എന്തായാലും ചെന്നൈ ഇപ്പോൾ ജയിച്ച് തുടങ്ങിയിട്ടുണ്ട്, ജയിക്കട്ടെ. അങ്ങനെ കുറച്ച് കളിയൊക്കെ ജയിച്ചിട്ട് വേണം കുറച്ച് ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ ഇടാൻ.
അപ്പോഴേ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിയിൽ ഒരു തുണി അങ്ങോട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് മാങ്ങ ഇറക്കാം. അപ്പോൾ മാങ്ങ ഓട്ടോമാറ്റിക്കലി ആ ഒരു തുണിയുടെ ഉള്ളിലേക്ക് വീണോളും. ഇപ്പോൾ സേഫാണ്, നിലത്ത് വീണിട്ട് പുഴുവരിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് മേലെയുള്ള മാങ്ങ പൊട്ടിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഒരു 3-4 മാങ്ങ ഞാൻ പറിച്ചു. ഈ അടുത്ത് യൂട്യൂബിൽ മാമ്പഴപ്പുളിശ്ശേരിൻ്റെ ഒരു റെസിപ്പി കണ്ടു, ഒരു ചേച്ചി ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല കൊതി തോന്നി. ചെറുപ്പത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്ന ഒരു കറിയാണ് മാമ്പഴപ്പുളിശ്ശേരി. പക്ഷേ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പച്ചമാങ്ങയാണ്. എന്തായാലും വിഷുവൊക്കെ കഴിഞ്ഞിട്ടേ നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അവിടെ ഒപ്പിക്കാം. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ച് ഇരിപ്പാണ്. അപ്പോഴാണ് സമയം പോയത് അറിഞ്ഞത്. 9 മണിയായി. 9:30 എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. വേഗം പോയി കുളിച്ചില്ലെങ്കിൽ ആകെ കൊളാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും കുറച്ച് വിഷുവിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. ലൈക്ക് കണിക്കൊന്നയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കണിക്കൊന്ന, പിന്നെ വെള്ളരിക്ക, പിന്നെ കുറച്ച് പച്ചക്കറികൾ ഒക്കെ ഉണ്ട്. പായസം ഉണ്ടാക്കണം, അതിനുള്ള സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അങ്ങനെ ചെറിയൊരു വിഷു പർച്ചേസ്, അത് അങ്ങനത്തെ പച്ചക്കറികളൊക്കെ വാങ്ങുന്ന വിഷു പർച്ചേസും പിന്നെ വിഷുവിന് കണി ഒരുക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ ആയിട്ട് ഒരു വീഡിയോ വരാം. മിക്കവാറും വിഷുവിൻ്റെ ദിവസം ആ വീഡിയോ ആയിട്ട് വരാം. ഇന്ന് തൽക്കാലം ഞാൻ പണികളിലേക്കൊക്കെ ഒന്ന് പോട്ടെ, ഓഫീസ് പണികളിലേക്ക്. സോ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.